പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ, ശംഖുപുഷ്പം ഉപയോഗിച്ച് ബ്ലൂ ടീ ഉണ്ടാക്കുന്ന വിധം എന്നിവയെല്ലാം നമുക്ക് നോക്കാം. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ശംഖുപുഷ്പം ചർമ്മ സംരക്ഷണത്തിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും മുടിയുടെ സംരക്ഷണത്തിനും അകാല വാർദ്ധക്യം തടയുവാനും വളരെ നല്ലതാണ്. ഇത്രയേറെ ഔഷധമൂല്യമുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ച് നമുക്ക് ബ്ലൂ ടീ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശംഖുപുഷ്പം പറിച്ചെടുക്കാം. ഈ വർഷം എനിക്ക് ധാരാളം ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും നട്ടതല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായ ചെടിയുടെ വിത്തുകൾ പൊട്ടി പല ചട്ടികളിലും വീണു മുളച്ചു വന്നതാണ്. 3 തരത്തിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. നീലയുടെ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും പിന്നെ വെള്ളയും. ഇനി നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ അതിൽ കുറച്ച് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ എണ്ണവും കൂട്ടണം. പൂക്കളുടെ നീല നിറം മാറുമ്പോൾ വെള്ളത്തിൽ നിന്ന് പൂക്കളെ മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബ്ലൂ ടീ റെഡിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്ലൂ ടീ ഉപയോഗിച്ച് ഐസ് ക്യൂബ് ഉണ്ടാക്കുകയാണ്. നീല നിറത്തിലുള്ള ഐസ് ക്യൂബ് കിട്ടുവാൻ വേണ്ടിയാണ്. ഐസ് ക്യൂബ് ബ്ലൂ ടീയിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഈ ബ്ലൂ ടീ 2 കപ്പുകളിലേക്ക് പകർത്താം. ബ്ലൂ ടീക്ക് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നാരങ്ങ നീരും തേനും ചേർക്കുന്നത് നല്ലതാണ്. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ബ്ലൂ ടീയുടെ കളറ് പർപ്പിൾ നിറമായി മാറുന്നത് കാണാം. ഇനി നമുക്ക് ഈ ബ്ലൂ ടീയിലേക്ക് നീല ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നിരവധി ഔഷധാരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ബ്ലൂ ടീ ദിവസവും കുടിക്കുവാൻ വീടുകളിൽ 1-2 ശംഖുപുഷ്പത്തിൻ്റെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പുതിയൊരു ഗാർഡൻ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.